ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗുസ് മിഷൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞങ്ങളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നമ്മൾ ഒരു പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞത് പ്രകാരം നമ്മൾ പോയി നോക്കാം. ആദ്യമായിട്ടൊന്ന് ഞങ്ങൾ കേൾക്കുന്നതും അല്ല, ബോർഡ് ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് അറിയുന്നത് കേട്ടോ. അതുകൊണ്ട് പോയി നോക്കാം എന്ന് പറഞ്ഞ് പോകുന്നതാണ്. യാദൃച്ഛികമായി ഞങ്ങൾ കേട്ടതാണ് കേട്ടോ. യാദൃച്ഛികമായാണ് ഇവിടെ എത്തിയത്. മഹാദേവർ ക്ഷേത്രം, വലിയ താന്നിമൂടുള്ള മഹാദേവർ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 17 കിലോമീറ്ററാണ്. ഇരിഞ്ചയം വഴി വരുമ്പോൾ 17 കിലോമീറ്ററാണ് ദൂരം. ഇവിടെ വരികയാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് നേരെ വണ്ടി വരുന്ന സ്ഥലം കുറച്ചേ ഉള്ളേ. വണ്ടി ഒതുക്കിയതിന് ശേഷം ഇതിൻ്റെ നല്ലൊരു ആർച്ചുണ്ട്. ആർച്ചിൻ്റെ അവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയതിന് ശേഷം നേരെ നല്ല ഒരു സൈഡ് ടാറൊക്കെ ചെയ്ത ഒരു പച്ചപ്പുൽത്തടിയിൽ കൂടെ ഒരു വഴിയുണ്ടല്ലേ. ടാർ ചെയ്ത് രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു വഴി. നമ്മൾ നേരെ ഇതിലേ നമ്മൾ തേരി ഇങ്ങനെ കയറി പോകണം. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും മനസ്സിലായി അവിടെ അമ്പലം ഉണ്ടെന്നല്ല, നട തുറന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലായിട്ടോ. നമുക്ക് അറിയത്തില്ലല്ലോ, അങ്ങനെ നമ്മളിങ്ങനെ പോവേണ്ട കേട്ടോ. അത് അവിടെ സ്വാഗതം ക്ഷേത്ര കമ്മിറ്റി ട്രസ്റ്റ് കമ്മിറ്റി അവരെ ബോർഡ് ഉണ്ടായിരുന്നു. സ്വാഗതം ശിവഭഗവാന്റെ ക്ഷേത്രത്തിലോട്ട് കയറുന്നതിനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ സ്റ്റെപ്പ് അവർ കഴുകി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം ഇങ്ങനെ തൂത്ത് കണ്ടല്ലോ. വലിയ മൂട് ശ്രീ ആയിരവല്ലി മഹാദേവർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ നമുക്ക് അറിയില്ല കേട്ടോ കൂട്ടുകാരെ. അതെ, അറിയില്ല. പക്ഷെ ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ശിവലിംഗവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അത് അല്ലാതെ ഇതിനകത്ത് ഗണപതി, അയ്യപ്പൻ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഉപദൈവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് അമ്പല ഗ്രൗണ്ടിനകത്ത്. പിന്നെ ഒരു ശിവലിംഗം പുറത്തുണ്ട്. നമ്മുടെ ഒരു പാറ കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ, ആയിരവല്ലി മഹാദേവ ക്ഷേത്രം എന്നും ഇത് പറയുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം ഇവിടെ. അതെ, ഇപ്പോൾ പാറയെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല നിരന്ന പാറയാണ്. പക്ഷേ ഒരു ക്ഷേത്രം ഇത് കണ്ടോ, പാറയുടെ സെൻട്രലിലായിട്ട് ഒരു ക്ഷേത്രം ചെയ്തിട്ടുണ്ട്. ഇത് ശിവലിംഗമാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കണ്ടിട്ടാണ് പോയതല്ലേ, ഒരു പാറ കണ്ടിട്ടാണ് പോയത്. പാറ കണ്ടിട്ടാണ് നമ്മൾ പോയത്. നിങ്ങളിത് കണ്ടല്ലോ, ഈ പാറയിൽ നിങ്ങളിത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഈ തെറ്റലും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നല്ല തെറ്റുള്ള ഏരിയ തന്നെയാണ്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം. പക്ഷേ അവർ സിമൻറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. സിമൻറ്റ് നമ്മൾ കലക്കിയതിന് ശേഷം അത് അവർ എറിഞ്ഞിട്ടുണ്ട് അവിടെ മൊത്തത്തിൽ. നമ്മൾ കാലിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി സിമൻറ്റ് ഒക്കെ എറിഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. മഴ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന അന്നും മഴ ഉണ്ടായിരുന്നു. ആ സമയത്ത് മഴയില്ലെങ്കിൽ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ നനവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പിന്നെ നല്ല വെയിലില്ലായിരുന്നു, അതുകൊണ്ട് ആ പാറ ഉണങ്ങിയിട്ടൊന്നുമില്ല. പിടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കമ്പിയും കാര്യങ്ങളൊക്കെ അവർ ബോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്ര നമ്മളത് ഉണ്ടെന്ന് പറഞ്ഞാലും അത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഏരിയ തന്നെയാണ്. ഗ്യാപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവിടെ നിങ്ങളുടെ ഈ പൈപ്പ് അടിച്ചേക്കുന്ന കണ്ടോ, ഈ പൈപ്പിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ വളരെ അഗാധമായ കുഴിയാണ്, കൊക്കയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉത്സവ സമയത്തൊക്കെ നമുക്ക് അനുവദിക്കത്തില്ല. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കും അത് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തിരക്ക് അതുകൊണ്ട് ആ സമയത്തൊക്കെ വളരെ സെക്യൂരിറ്റി പരമായിട്ട് അവർ ഇതിന്റെ അപ്പുറത്തോട്ട് അവർ കയറ്റി വിടത്തില്ല. ഉത്സവം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഒതുക്കിയ ഭാഗത്താണ് അവർ ഉത്സവം നടക്കുന്നത്. ഈ വർഷത്തെ ഉത്സവം ജനുവരി 11, 12, 13, 2024, 25 ജനുവരി 11, 12, 13 ഈ വർഷത്തെ ഉത്സവം. കുഞ്ഞമ്പലമാണ് കേട്ടോ, വലിയ പ്രോഗ്രാമുകളൊന്നും അല്ല കേട്ടോ. അവർ പറഞ്ഞു വലിയ പ്രോഗ്രാമുകളൊന്നുമല്ല, അവരെ കൊണ്ട് പല തരത്തിലുള്ള ചെറിയ പ്രോഗ്രാം ആയിരിക്കും കേട്ടോ ഇവിടെ നടത്തുന്നത്. നമുക്ക് ക്ഷണമുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും അവിടുത്തെ ഉത്സവത്തിന്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം. അതെ, മാക്സിമം നമ്മൾ പോകുന്നതായിരിക്കും. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ദിവസം നമുക്കൊരു പ്രത്യേകതയുണ്ട്. അതെ, മീനക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. മീനക്കുട്ടി പറയുകയും ചെയ്തു എന്റെ ബർത്ത്ഡേ അല്ലേ എന്ന്. പിന്നെ നമ്മൾ എങ്ങനെ പോകുമെന്ന്. കൊള്ളാം കേട്ടോ. അവിടെ നിന്ന് പാറയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ് കേട്ടോ. വൈകുന്നേരം ആയിരുന്നു, നല്ലൊരു പച്ചപ്പ് അല്ലേ. അവര് ബോർഡും വെച്ചിട്ടുണ്ട്, അപകട മേഖല എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. പച്ചപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. അവിടെ ഇത്തിരി കൂടെ വന്ന് താമസിച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അസ്തമയമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു.
പാറയെന്ന് പറഞ്ഞാൽ നല്ല നിരന്ന പാറയാണ്. നിരന്ന പാറയാണെങ്കിൽ നമുക്ക് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. തെറ്റിയാണെങ്കിലും അവിടെയെങ്കിലും നിൽക്കത്തില്ല. എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ചെറിയ ഒലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങ് അഗാധമായ കുഴിയിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല, ഇത് ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല, ഇത് അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള പാറയാണ്. ഈ അമ്പലത്തിൻ്റെ ഈ പാറയുടെ മണ്ടയിലായിട്ടാണ് ഈ മോൾ ഭാഗത്തായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. നിങ്ങൾ ഈ കണ്ടല്ലോ, ഈ വ്യൂ കണ്ടോ, അവിടുത്തെ ആ ഒരു മഞ്ഞ് അടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു വ്യൂ. നമ്മൾ പാറയിൽ നിന്നപ്പോഴത്തേക്ക് മീനൂട്ടി പറഞ്ഞു പപ്പേനെ അമ്മേനെ നിർത്തി മീനൂട്ടിക്ക് ഒരു സെൽഫി എടുക്കണം. ആദ്യം സെൽഫി എന്ന് പറഞ്ഞു, പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കണം, നമ്മളെ കൊണ്ട് പോസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇവിടെയൊക്കെ തിരുവനന്തപുരം ജില്ലയിലുള്ള കൂട്ടുകാരൊക്കെ ഇതുവഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നല്ലേ ഇവിടെ വന്നൊന്ന് അമ്പലത്തിൽ കയറാം, പിന്നെ ഈ പാറയിൽ കയറാം. ഇവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂ നിങ്ങൾക്കും കാണാം അല്ലേ? അതെ, നമ്മളെന്തായാലും ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് കയറി നമ്മൾ കാണിക്ക കെട്ടിയിട്ടാണ് വന്നത് കേട്ടോ. അമ്പലത്തിൽ കാണിക്കുന്നത് നമ്മൾ ഭഗവാനെ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ശിവഭഗവാന്റെ അടുത്ത് നമ്മളങ്ങനെ താഴ്ന്നു വരാൻ പറ്റത്തില്ലല്ലോ. നമ്മളപ്പോൾ അവർക്ക് കാണിക്കയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ അവിടെ ഉണ്ടായിരുന്ന അവരെല്ലാവരും ഭയങ്കര സഹകരണമായിട്ട്. എന്നാൽ നമ്മുടെ അടുത്ത് എല്ലാവരും നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് സഹകരിച്ചല്ലേ. പോറ്റിയാണെങ്കിലും എല്ലാവരും നല്ല വളരെ സ്നേഹമുള്ളവരായിരുന്നു. അതെ, ബേക്ക് ഭാഗത്തേക്കും ഒരു ചെറിയൊരു കുളം ചെയ്തിട്ടുണ്ട്. അവിടെ മീനുണ്ട്, പിന്നെ നാഗത്തിൻ്റെ ഒരു ഇത് ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായൊരു നാഗത്തിൻ്റെ ശില്പം. ഇത് സൈഡ് വഴിയല്ലേ? അതെ, ഇത് ബേക്ക് ഭാഗമാണ്. ബേക്ക് ഭാഗത്ത് ചെയ്തിരിക്കുന്നതാണ്. ഇത് അമ്പല ഗ്രൗണ്ട് കഴിഞ്ഞ് അമ്പലം ചുറ്റുമതിൽ കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്ന മറ്റൊരു ക്ഷേത്രം പോലെ ശിവൻ്റെ ഒരു ലിംഗവും കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിൻ്റെ സൈഡ് വാരം നമുക്ക് ഇതിൻ്റെ നേരെ ഇടത് ഭാഗത്തുകൂടി തന്നെ മുൻഭാഗത്തുകൂടി തന്നെ നമുക്ക് പാറയിൽ വരാൻ വഴിയുണ്ട്. ഇവിടെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ആ വഴിയെ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതിന് ശേഷം പിന്നെ ആ ഒരു വാതിൽ തുറക്കുമ്പോൾ പാറയിലോട്ടാണല്ലേ? അതെ, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഭഗവാനെയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ഡോർ തുറന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് പാറയിലോട്ടാണ്. അത് പാറയിലോട്ട് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് അല്ലേ. പിന്നെ നമ്മളിതാ നേരെ വന്നു. നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വന്നതിന് ശേഷം നമ്മൾ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴും കൂട്ടുകാരെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് മീനൂട്ടിക്ക് വളരെ സന്തോഷമായി കേട്ടോ. മീനൂട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീനൂട്ടി ആ ആൻറ്റി അവിടെ ഒരു ആൻറ്റിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആൻറ്റി അടുത്ത് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് മീനൂട്ടി വന്നത്. നമ്മൾ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് മീനൂട്ടി ഉറപ്പൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. നമ്മളങ്ങനെ നേരെ പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക.